إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد ألا إن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يعش عن ذكر الرحمن نقيض له شيطانا فهو له قرين. ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും അനന്തരം നിങ്ങളോടും ഉപദേശിക്കുകയാണ്. എല്ലാവരോടുമായി തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, നാം യൗമുൻ നഹ്ർ കഴിഞ്ഞ് അഥവാ ഒന്നാം പെരുന്നാൾ കഴിഞ്ഞ് അയ്യാമുത്ത് തശ്രീഖിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ദുൽഹജ്ജ് 11, 12, 13 ദിവസങ്ങളാണ് അയ്യാമുത്ത് തശ്രീഖിന്റെ ദിനങ്ങൾ. ദുൽഹജ്ജ് 11-ാം തീയതിയും 12-ാം തീയതിയും 13-ാം തീയതിയുമാണ് അയ്യാമുത്ത് തശ്രീഖിന്റെ ദിനങ്ങൾ എന്ന് പറയുന്നത്. അറക്കുന്ന ബലിമാംസം കേടുപോവാതിരിക്കാൻ വെയിലത്ത് വെച്ച് സൂക്ഷിക്കുക എന്നൊരു പതിവ് പണ്ട് കാലത്ത് അറബികൾക്കുണ്ടായിരുന്നു. ബലിമാംസം കേടുപോവാതിരിക്കാൻ അവരത് വെയിലത്ത് വെച്ച് സൂക്ഷിക്കുമായിരുന്നു. ഫ്രിഡ്ജും അതുപോലുള്ള ആധുനിക സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലമായിരുന്നല്ലോ അത്. അതുകൊണ്ട് ബലിയറത്ത് ദാനം ചെയ്ത് ബാക്കി വരുന്നത് 1/3 ആളുകൾക്ക് സൂക്ഷിക്കാമെന്ന് പറയുന്നുണ്ടല്ലോ, 1/1 വരെ സ്വീകരിക്കാമെന്ന് പറയുന്നുണ്ടല്ലോ. ഏതായാലും ബലിയറത്ത ആളുകൾ അവർ സ്വീകരിക്കുന്ന 1/1 വരെ മാക്സിമം ഉള്ള ആ ബലിമാംസം ഫ്രിഡ്ജും അതുപോലെ ശീതീകരിക്കാനുള്ള സൂക്ഷിക്കാനുള്ള മറ്റ് സംവിധാനങ്ങളൊന്നുമില്ലാതിരുന്ന ആ കാലത്ത് വെയിലത്ത് വെച്ച് അവർ സൂക്ഷിക്കുമായിരുന്നു. അതുകൊണ്ട് വെയിലത്ത് വെച്ച് ബലിമാംസം സൂക്ഷിക്കുന്ന കാലയളവുകൾ, ദിവസങ്ങൾ എന്ന അർത്ഥത്തിലാണ് അയ്യാമുത്ത് തശ്രീഖ് എന്ന പദം പ്രയോഗിച്ചത്. അയ്യാമുത്ത് തശ്രീഖിന്റെ ദിനങ്ങൾ കൂടി ചേർന്നതാണ് ഇസ്ലാമിലെ ബലിപെരുന്നാൾ ദിനങ്ങൾ. അതുകൊണ്ട് ബലിപെരുന്നാളിന്റെ 1-ാമത്തെ ദിവസമായ യൗമുൻ നഹ്റിൽ ഐച്ഛിക നോമ്പോ ഖളാ ആയ നോമ്പോ എടുക്കാൻ പാടില്ല എന്നതോടൊപ്പം തന്നെ ബലിപെരുന്നാളിന്റെ 1-ാമത്തെ ദിവസമായി യൗമുൻ നഹ്റിൽ പാടില്ല എന്നതുപോലെ തന്നെ അയ്യാമുത്ത് തശ്രീഖിന്റെ ദിനങ്ങളിലും ദുൽഹജ്ജ് 11, 12, 13 ദിവസങ്ങളിലും ഖളാ ആയ നോമ്പോ ഐച്ഛിക നോമ്പോ എടുക്കാൻ പാടില്ല എന്നുള്ളതാണ്.
റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം നിർദ്ദേശം നൽകി, യൗമുൻ നഹ്രി വ അയ്യാമുത് തശ്രീഖ് ഈദുനാ അഹ്ലൽ ഇസ്ലാം. ബലിയെറുക്കുന്ന ഒന്നാമത്തെ ദിവസം അഥവാ ബലിപെരുന്നാൾ ദിവസവും അതുപോലെ തശ്രീഖിന്റെ ദിനങ്ങളും എന്ന് പറഞ്ഞാൽ അയ്യാമുത് തശ്രീഖും നമ്മുടെ ആഘോഷ ദിനങ്ങളാണ്. ആ ബലി പെരുന്നാളിന്റെ ഒന്നാമത്തെ ദിവസം മാത്രമല്ല, അയ്യാമുത് തശ്രീഖിന്റെ ദിനങ്ങൾ കൂടി ചേർന്നതാണ് വിശ്വാസിയുടെ ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ എന്ന് പറയുന്നത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇപ്രകാരം ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, ലം യുറഖിസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ അയ്യാമിത് തശ്രീഖ് അൻ യസുന്ന ഇല്ലാ ലിമൻ ലം യജിദിൽ ഹദി. ബലിയെറുക്കാൻ സാധിക്കാത്ത ഹാജിമാർക്കല്ലാതെ മറ്റൊരു വിശ്വാസിക്കും അയ്യാമുത് തശ്രീഖിന്റെ ദിനങ്ങളിൽ നോമ്പെടുക്കൽ അനുവദനീയമല്ല. ബലിയെറുക്കാൻ സാധിക്കാത്ത ഹാജിമാർക്കല്ലാത്ത മറ്റൊരു വിശ്വാസിക്കും അയ്യാമുത് തശ്രീഖിന്റെ ദിനങ്ങളിൽ നോമ്പെടുക്കൽ അനുവദനീയമല്ല. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫഹാദിഹിൽ അയ്യാമുല്ലത്തി കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്മുറുനാ ബിഇഫ്താരിഹാ വയൻഹാനാ അൻ സിയാമിഹാ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് എന്തായാലും നോമ്പ് നിങ്ങൾ ഒഴിവാക്കിയേ പറ്റൂ എന്ന് പറഞ്ഞിരുന്ന ദിവസങ്ങളായിരുന്നു ബലിപെരുന്നാൾ, അതുപോലെ തന്നെ ചെറിയ പെരുന്നാൾ ദിവസവും, അതുപോലെ ഈദുൽ ഫിത്ർ, ഈദുൽ അദ്ഹ ദിനങ്ങളും, അതുപോലെ അയ്യാമുത് തശ്രീഖിന്റെ ദിനങ്ങളും. ഫഹാദിഹിൽ അയ്യാമുല്ലത്തി കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്മുറുനാ ബിഇഫ്താരിഹാ. നോമ്പ് ഒരിക്കലും എടുക്കാൻ പാടില്ലെന്ന് ഞങ്ങളോട് കൽപ്പിച്ചിരുന്ന ദിനങ്ങളായിരുന്നു അയ്യാമുത് തശ്രീഖിന്റെ ദിനങ്ങൾ. വയൻഹാനാ അൻ സിയാമിഹാ. നോമ്പെടുക്കുന്നത് ഞങ്ങളോട് വിലക്കിയിരുന്ന ദിനങ്ങളായിരുന്നു ആ ദിനങ്ങൾ എന്ന് പറയുന്നത്. അയ്യാമുത് തശ്രീഖിന്റെ ദിനങ്ങൾ നോമ്പെടുത്തേക്കരുതെന്ന് പ്രത്യേകമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിരുന്നു. എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ആഘോഷ ദിനങ്ങളായി, അതിനെ സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ദിനങ്ങളായി കാണണമെന്നും പ്രത്യേകമായി ഉണർത്തിയിരുന്നു എന്നുള്ളതാണ്. അയ്യാമുത് തശ്രീഖ് അയ്യാമു അക്ലിൻ വശുർബിൻ വദിക്റുല്ലാഹി അസ്സ വജൽ. ഹലാലായ അന്നപാനീയങ്ങളുടെ, തീറ്റയുടെയും കുടിയുടെയും കളിയുടെയുമെല്ലാം ദിനങ്ങളാണ്, ഹലാലായ വിനോദങ്ങളുടെ ദിനങ്ങളാണ് അയ്യാമുത് തശ്രീഖിന്റെ ദിനങ്ങൾ എന്ന് പറയുന്നത്. അയ്യാമുത് തശ്രീഖ് അയ്യാമു അക്ലിൻ വശുർബിൻ, അത് ഹലാലായ അന്നപാനീയങ്ങൾ ആഹരിക്കുന്നതിന്റെ ദിനങ്ങളാണ്. നിർത്തിയിട്ടില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വദിക്റുല്ലാഹി അസ്സ വജൽ, അല്ലാഹുവിനെ സ്മരിക്കുന്ന ദിനങ്ങളും കൂടിയാണ്. തീറ്റാകുടി, വിനോദം, ടൂറ്, യാത്ര, ഇത് മാത്രമല്ല, വദിക്റുല്ലാഹി അസ്സ വജൽ, അതോടൊപ്പം തന്നെ അല്ലാഹുവിനെ സ്മരിക്കുന്ന ദിനങ്ങൾ കൂടിയാണ്, ദിക്റുള്ളയുടെ ദിനങ്ങൾ കൂടിയാണ് അയ്യാമുത് തശ്രീഖിന്റെ ദിനങ്ങൾ എന്ന് പറയുന്നത്. ദിക്റുള്ള എപ്പോഴും വിശ്വാസിയുടെ ജീവിതത്തിൽ അത്യാവശ്യമാണ്. എല്ലാ സന്ദർഭത്തിലും ദിക്റുള്ള വേണം. അതുകൊണ്ടാണ് ആഘോഷത്തിന്റെ കാലത്തടക്കം ദിക്റുള്ള വേണം എന്ന് പറഞ്ഞത്. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് അയ്യാമുത് തശ്രീഖിന്റെ രണ്ടാമത്തെ ദിവസമാണെങ്കിൽ നാം കേരളീയരെ സംബന്ധിച്ചിടത്തോളം അയ്യാമുത് തശ്രീഖിന്റെ ഒന്നാമത്തെ ദിവസമാണ്. വിശ്വാസിയുടെ ആഘോഷ ദിനങ്ങളായ അയ്യാമുത് തശ്രീഖിലും അള്ളാഹുവെ സംബന്ധിച്ചുള്ള സ്മരണ വേണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള സ്മരണയില്ലാത്ത ഒരു ദിനവും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവാൻ പാടില്ല. നമുക്കറിയാം, പല ആഘോഷങ്ങളും കഴിയുമ്പോൾ നമ്മുടെ പത്രങ്ങളിൽ ഒരു റിപ്പോർട്ട് വരും. ആ ആഘോഷത്തിന്റെ പിറ്റേന്ന് റിപ്പോർട്ട് വരും. അന്ന് തലേ ദിവസം കുടിച്ചു തീർത്ത മദ്യത്തിന്റെ കണക്ക് പറഞ്ഞുകൊണ്ടാണ് എല്ലാ പത്രങ്ങളിലും ഒരു റിപ്പോർട്ട് വരിക. പക്ഷേ ബലിപെരുന്നാൾ, അതുപോലെ തന്നെ ഈദുൽ ഫിത്ർ, ഇതിനോടനുബന്ധിച്ച് അങ്ങനെ ഒരു റിപ്പോർട്ടില്ല. കൊടുക്കാൻ എന്തെങ്കിലും ഒരു റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് ഈദുൽ ഫിത്റിനോടനുബന്ധിച്ചുകൊണ്ട് ഫിത്ർ സക്കാത്തിന്റെ റിപ്പോർട്ട്, പക്ഷെ നമ്മളത് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല. കാരണം അതൊക്കെ നമ്മുടെ പരലോകത്തിന് വേണ്ടി, നാളെ നമ്മുടെ ആഖിറത്തിലെ വിജയത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ ഈ ബലിപെരുന്നാളിൽ ബലിമാംസം അത് ദാനം ചെയ്യുക, അത് ആളുകൾക്ക് ഉദാരമായിട്ട് എത്തിച്ചു കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്കും അവർക്ക് ദാനമായും, അതുപോലെ തന്നെ അത്യാവശ്യം ജീവിത സൗകര്യങ്ങളുള്ള ആളുകൾക്ക് അവർക്ക് ഹദിയായിട്ടും സമ്മാനമായും ബലിമാംസം വിതരണം ചെയ്യുക. ഇതാണ് ബലിപെരുന്നാളിൽ നടക്കുന്നത്. അതുപോലെ തന്നെ ഈദുൽ ഫിത്റിൽ നടക്കുന്ന ഫിത്ർ സക്കാത്തിന്റെ വിതരണം. പക്ഷേ
ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മൾ വളരെ സന്തോഷവും ആനന്ദവും അതുപോലെ തന്നെ പരസ്പര സ്നേഹവും ഒക്കെ പറയേണ്ടുന്ന, അതിന്റെ കണക്ക് പറയേണ്ടുന്ന ആഘോഷങ്ങൾ, അതിൽ നല്ല കാര്യങ്ങൾ ഒരുപാട് അവിടെ നടക്കുന്നുണ്ട്. സൗഹൃദം ശക്തിപ്പെടുത്തുന്ന ആഘോഷങ്ങളാണ് നമ്മുടെ എല്ലാ ആഘോഷങ്ങളും. ഓണമാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ ആഘോഷങ്ങളും നമ്മുടെ മതസൗഹാർദ്ദവും ജാതിമത വ്യത്യാസങ്ങൾക്ക് അതീതമായ ഐക്യവുമെല്ലാം കെട്ടിപ്പടുക്കുന്ന ആഘോഷങ്ങളാണ്. അത് ഓരോ മതവിഭാഗങ്ങളും അവരുടേതായ ആഘോഷങ്ങൾ അത് പൊലിവോടുകൂടി കൊണ്ടാടട്ടെ, അതിൽ നമുക്കും സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ ഒരു കണക്ക് ഇത്തരം ആഘോഷങ്ങളുടെ പിറകെ വരും എന്ന് പറഞ്ഞാൽ ചില ആളുകൾ അതിനെ വളരെ മോശമായ രീതിയിൽ ഉപയോഗപ്പെടുത്തും, ദുർവിനിയോഗം ചെയ്യുക എന്നാണ് അതിന് പറയാം. മദ്യത്തിന്റെ കണക്കൊക്കെ പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈദുൽ അദ്ഹയുടെ അതല്ലെങ്കിൽ അയ്യാമുത് തശ്രീഖിനെ സംബന്ധിച്ച് പറയുമ്പോൾ അത് ദിക്റുള്ളയുടെ കാലമായിട്ട് നിങ്ങൾ കാണണം. അക്കലും ഷുറുബും വിനോദവും അതിന്റെ മാത്രം ഒരു കാലമായിട്ട് നിങ്ങൾ കാണാൻ പാടില്ല. ദിക്റുള്ള വേണം, അള്ളാഹനെ മറന്നുള്ള ഒരു പരിപാടിയും പാടില്ല. അയ്യാമുത് തശ്രീഖിലും ഇസ്ലാമിലെ ആഘോഷ ദിനങ്ങളിലും എവിടെയും പാടില്ല. ആഘോഷഘട്ടത്തിൽ പോലും പാടില്ല എന്ന് പറഞ്ഞാൽ എവിടെയും പാടില്ല എന്നാണ് അതിന്റെ അർത്ഥം. എവിടെയും പാടില്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. എപ്പോഴും വേണ്ടത്, എപ്പോഴും അയാളുടെ ജീവിതത്തിൽ നിലനിൽക്കേണ്ടത് ദിക്റുള്ളയാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച സൂറത്തു സുഖ്റുഫ് 36-ാം വചനം. അല്ലാഹു പറയാൻ, വമൻ യഅശു അൻ ദിക്രി റഹ്മാനി നുഖയ്യിദ് ലഹു ശൈത്താനം ഫഹുവ ലഹു ഖരീൻ. കരുണാവാരിധിയായ നാഥന്റെ സ്മരണയിൽ നിന്ന് അകന്ന് ആര് ജീവിക്കുന്നുവോ അവന് കൂട്ടുകാരനായി തോഴനായിട്ട് നാം ഒരു പിശാചിനെ നിശ്ചയിച്ചു കൊടുക്കും. എന്ത് വിനോദാണെങ്കിലും എന്തിന്റെ പേരിലാണെങ്കിലും ദിക്റുള്ളയിൽ നിന്ന് ഒരു ഘട്ടത്തിൽ ഒരു മനുഷ്യൻ അകന്നു പോയാൽ അല്ലാഹു അവന് തോഴനായി കൂട്ടുകാരനായി ഒരു പിശാചിനെ നിശ്ചയിച്ചു കൊടുക്കും. ഖുർആൻ പറയാം സഹോദരങ്ങളെ. പിന്നെ ആ പൈശാചിക തോഴന്റെ കൂട്ടുകാരന്റെ നിർദ്ദേശമനുസരിച്ചായിരിക്കും അവന്റെ മുന്നോട്ടുള്ള ഗമനം എന്ന് പറയുന്നത്. അതിനാൽ സന്തോഷത്തിന്റെ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും വിശ്വാസിക്ക് ദിക്റുള്ള വേണം. അതുകൊണ്ടാണ് അയ്യാമുത് തശ്രീഖിന്റെ അതല്ലെങ്കിൽ ബലിപെരുന്നാളിന്റെ ദിനങ്ങളാവുമ്പോഴും നമ്മൾ ജുമുഅക്ക് പങ്കെടുക്കുന്നത്. കാരണം ഇത് ദിക്റുള്ളയാ. ദിക്റുള്ള എല്ലായ്പ്പോഴും വേണം. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്അഉ ഇലാ ദിക്രില്ലാഹ്. സത്യവിശ്വാസികളെ, ജുമുഅക്ക് നിങ്ങൾ വിളിക്കപ്പെട്ടാൽ, ബാങ്ക് വിളിച്ചാൽ ഫസ്അഉ ഇലാ ദിക്രില്ലാഹ്, നിങ്ങൾ ദിക്റുള്ളയിലേക്ക് ദ്രുതഗതിയിൽ മുന്നേറണേ. പെട്ടെന്ന് നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി മസ്ജിദുകളിൽ എത്തണേ. ജുമുഅക്ക് വേണ്ടി മസ്ജിദുകളിൽ ഖുതുബ ശ്രവിക്കാൻ വേണ്ടി നിങ്ങൾ മസ്ജിദുകളിൽ എത്തണേ. സത്യവിശ്വാസികളെ, ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി, ജുമുഅ നമസ്കാരത്തിൽ വിളിക്കപ്പെട്ടാൽ ഫസ്അഉ ഇലാ ദിക്രില്ലാഹ്, ദിക്റുള്ളയിലേക്ക് ദൈവസ്മരണയിലേക്ക് നിങ്ങൾ ദ്രുതഗതിയിൽ മുന്നേറണേ. വദറുൽ ബൈഅ ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ കച്ചവടമെല്ലാം ഒഴിവാക്കി, തൽക്കാലത്തേക്ക് അതൊക്കെ ഒഴിവാക്കി നിങ്ങൾ ദിക്റുള്ളയിലേക്ക് എത്തണേ. ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഉത്തമം. ഇന്നലെ ഒരു ഈദുൽ അദ്ഹയും അതുമായി ബന്ധപ്പെട്ട നമസ്കാരവും അതുമായി ബന്ധപ്പെട്ട ഖുതുബയും എല്ലാം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് ജുമുഅ ഒഴിവാക്കാം എന്ന് തീരുമാനിക്കാൻ പാടില്ല. ദിക്റുള്ളയിലേക്ക് നിങ്ങൾ എത്തണേ. ജുമുഅക്ക് ബാങ്ക് വിളിച്ചാൽ അയ്യാമുത് തശ്രീഖിന്റെ ദിനങ്ങളും ദിക്റുള്ളയുടെ ദിനങ്ങളാണ്. യൗമുൽ ജുമുഅയെ സംബന്ധിച്ചുള്ള ബോധം, അതുപോലെ എല്ലാ ദിവസവും അയ്യാമുത് തശ്രീഖിന്റെ ദിനങ്ങളാണെങ്കിലും എല്ലാ ദിവസവും നമസ്കാരത്തെക്കുറിച്ചുള്ള ബോധം. എങ്ങോട്ട് ടൂറ് പോയാലും, നമ്മുടെ മക്കളൊക്കെ വ്യത്യസ്ത പ്രദേശങ്ങളിലേക്ക് പെരുന്നാളാവുമ്പോൾ ടൂറ് പോകും. പക്ഷേ എവിടേക്ക് ടൂറ് പോയാലും ജമ്മിന്റെയും കസറിന്റെയും ആനുകൂല്യം പ്രയോജനപ്പെടുത്താം. എന്നാൽ നമസ്കാരം നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം അത് ദിക്റുള്ളയാ. ദിക്റുള്ള ഒഴിവായി പോവാൻ പാടില്ല വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിലും. അല്ലാഹു പറയാൻ, ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി, നിശ്ചയം ഞാൻ അല്ലാഹുവാണ്. അല്ലാഹു പറയാൻ, നിശ്ചയം ഞാൻ അല്ലാഹുവാണ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല. അല്ലാഹു പറയാണ്, ഞാനല്ലാതെ വേറൊരു ആരാധ്യനുമില്ല. അതുകൊണ്ട് ഫഅബ്ദുനി, എനിക്ക് മാത്രം നിങ്ങൾ കീഴ്പ്പെടണേ എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്നത് എന്താ? വഅഖിമിസ് സ്വലാത്ത ലിദിക്രി,
എന്നെ ഓർക്കാൻ വേണ്ടി ദിക്റുള്ളക്ക് വേണ്ടി നിങ്ങൾ നമസ്കാരം നിർവഹിക്കണേ. ദിക്റുള്ളയാണ് നമസ്കാരം, അത് ഒഴിവാക്കാൻ പാടില്ല, അത് ഒഴിവാക്കാൻ പാടില്ല. അതെന്ത് ആഘോഷത്തിന്റെ പേരിലാണെങ്കിലും ഒഴിവാക്കാൻ പാടില്ല. മനസ്സിൽ എപ്പോഴും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ചിന്ത നിലനിർത്താൻ വേണ്ടിയാണിത്. ഇതിനാണ് യൗമുൽ ജുമുഅ, ഇതിനാണ് 5 നേര നമസ്കാരങ്ങൾ. എപ്പോഴും ദായിമായി ദിക്റുള്ള നിലനിർത്താൻ, ദായിമായി ഫിക്റുള്ള നിലനിർത്താൻ, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ചിന്ത എപ്പോഴും നിലനിർത്തുക, അത് പ്രധാനമാണ്. സഹോദരങ്ങളെ, അതിനു വേണ്ടിയുള്ള ദിക്റുള്ളക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങളാണ് നമ്മുടെ ആരാധനാനുഷ്ഠാനങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ കേവലം ചിന്ത, അതല്ലെങ്കിൽ ആലോചന, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിചാരം മാത്രമുണ്ടായാൽ പോരാ. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചൊല്ലി പറഞ്ഞുകൊണ്ടിരിക്കണം. അത് വിർദുകളായിട്ട് മാറണം. നമ്മുടെ നാവുകൾ ദിക്ർ ചൊല്ലണം. തക്ബീറുകൾ അതിൽപ്പെട്ടതാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മനസ്സിൽ അള്ളാഹിനെ സംബന്ധിച്ചുള്ള ചിന്ത എനിക്കുണ്ട്, അതൊക്കെ മതി, വെറുതെ പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നാളുകൾ ചിന്തിക്കരുത്. ദിക്റുള്ള എന്ന് പറഞ്ഞാൽ അത് ചിന്തിക്കുന്ന, വിചാരിക്കുന്ന കാര്യം മാത്രമല്ല, അത് ഫിക്റുള്ള മാത്രമല്ല, അത് പറയുന്ന കാര്യം കൂടിയാണ്. അതുകൊണ്ടാണ് അള്ളാഹു തക്ബീറിനെ സംബന്ധിച്ച് പറഞ്ഞത്. തക്ബീർ മഹത്വമേറിയ ദിക്റുള്ളയാണ്. അള്ളാഹു പറയാൻ, അത് നിങ്ങളെ പറയണം, അത് നിങ്ങളെ പ്രഖ്യാപിക്കണം. വഖുലിൽ ഹംദുലില്ലാഹില്ലദീ ലം യത്തഖിദ് വലദാ ലം യത്തഖിദ് വലദൻ വലം യകുൽ ലഹു ശരീകുൻ ഫിൽ മുൽക് വലം യകുൽ ലഹു വലിയ്യുൻ മിനദ്ദുല്ലി വകബ്ബിർഹു തക്ബീറാ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. വഖുലിൽ ഹംദുലില്ലാഹ്, നിങ്ങൾ അൽഹംദുലില്ലാഹ് എന്ന് പറയണം. അല്ലാഹുവിനാണ് സർവസ്തുതിയും. അല്ലദീ ലം യത്തഖിദ് വലദാ, ആ നാഥൻ സന്താനങ്ങളെ സ്വീകരിച്ചിട്ടില്ല. വലം യകുൽ ലഹു ശരീകുൻ ഫിൽ മുൽക്, അള്ളാഹുവിന് അധികാരത്തിൽ ഒരു പങ്കാളിയുമില്ല. അധികാരത്തിൽ അള്ളാഹുവിന് ഒരു പങ്കാളിയുമില്ല. വലം യകുൽ ലഹു വലിയ്യുൻ മിനദ്ദുൽ, അള്ളാഹു ഒരു രക്ഷകർത്താവിനെയും സ്വീകരിച്ചിട്ടില്ല. ഒരു രക്ഷകർത്താവും അള്ളാഹുവിന് ആവശ്യവുമില്ല. അള്ളാഹുവിന് അധികാരത്തിൽ ഒരു പങ്കാളിയുമില്ല. അള്ളാഹു സന്താനങ്ങളെ സ്വീകരിച്ചിട്ടുമില്ല. അങ്ങനെയുള്ള അള്ളാഹുവിനെ നിങ്ങൾ സ്തോത്രം ചെയ്യണേ. സർവസ്തുതിയും അള്ളാഹുവിനാണ്. വകബ്ബിർഹു തക്ബീറാ, അൽഹംദുലില്ലാഹ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. വകബ്ബിർഹു തക്ബീറാ, അജയ്യനായ അല്ലാഹുവിനെ നിങ്ങൾ തക്ബീർ ചൊല്ലണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. തക്ബീർ ആരാധനകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ തക്ബീറാണ്. നോമ്പിനെ കുറിച്ച് പറയുമ്പോഴും തക്ബീറാണ്. നോമ്പിനെ കുറിച്ച് പറയുമ്പോ, നോമ്പ് പൂർത്തിയാക്കുമ്പോ നിങ്ങൾ നടത്തേണ്ടുന്ന തക്ബീർ, വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ. നിങ്ങൾ എണ്ണം പൂർത്തീകരിക്കണേ. 29, 30 എത്രയാണോ കിട്ടുന്നത് അത് നിങ്ങൾ എണ്ണം പൂർത്തീകരിച്ചുകൊണ്ട് നിർവഹിക്കണേ. വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, അല്ലാഹു നിങ്ങൾക്ക് നേർവഴി നൽകിയതിന്റെ പേരിൽ അല്ലാഹുവിനെ നിങ്ങൾ തക്ബീറുകൾ ചൊല്ല. നിങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുന്നവരാവുന്നതിന് വേണ്ടി അള്ളാഹുവിനെ നിങ്ങൾ തക്ബീറുകൾ ചൊല്ലണേ. നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞ് ആ വചനം പൂർത്തീകരിച്ചപ്പോഴും തക്ബീറിനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. തക്ബീർ അത് ചൊല്ലണം, അത് പ്രഖ്യാപിക്കണം. ബലിമാംസം, ബലികർമ്മത്തെ കുറിച്ച് പറയുമ്പോഴും അള്ളാഹു തക്ബീറാണ് പറയുന്നത്. തക്ബീർ ചൊല്ലാനുള്ള ഒരു അവസരം കൂടിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബലികർമ്മം നിർവഹിക്കുക എന്നുള്ളത്. ലയ്യനാലല്ലാഹ ലഹൂമുഹാ വലാ ദിമാഉഹാ, ആ ബലി മൃഗത്തിന്റെ മാംസമോ അതിന്റെ രക്തമോ അല്ലാഹുവിന് എത്തുകയില്ല. വലാകിൻ യനാലുഹു തഖ്വ മിൻകും, നിങ്ങളുടെ തഖ്വയാണ് അല്ലാഹുവിന് എത്തുക. നിങ്ങളുടെ തഖ്വ മാത്രമാണ് അല്ലാഹുവിന് വേണ്ടത്. കദാലിക സഖറഹാ ലക്കും, അപ്രകാരം ആ ബലിമൃഗങ്ങളെ നിങ്ങൾക്ക് അല്ലാഹു കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. നിങ്ങൾക്ക് അതിനെ അറുക്കാനും അതിന്റെ മാംസം ജനങ്ങൾക്ക് വിതരണം ചെയ്യാനും വേണ്ടി ആ ബലിമൃഗങ്ങളെ അല്ലാഹു നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. എന്തിനാണ് ഈ ബലികർമ്മം നിർവഹിക്കുന്നത്? ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വബശ്ശിരിൽ മുഹ്സിനീൻ. ബലികർമ്മത്തെ സംബന്ധിച്ച് പറയുമ്പോഴും പറയുന്നത് ലിതുകബ്ബിറുല്ലാഹ്, അല്ലാഹുവിനെ തക്ബീറുകൾ ചൊല്ലുന്നതിന് വേണ്ടിയാണ്. അലാ മാ ഹദാകും, നിങ്ങൾക്ക് സന്മാർഗം നൽകിയതിന്റെ പേരിൽ. വബശ്ശിരിൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക. നോമ്പിന്റെ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തക്ബീറാണ് പറയുന്നത്.
ബലികർമ്മം നിർവഹിക്കുമ്പോഴും ഉയരേണ്ടുന്ന പ്രാർത്ഥന അതല്ലെങ്കിൽ ദിക്റുള്ള, അത് തക്ബീറാണ്. അത് വിചാരം ഉണ്ടായാൽ മാത്രം പോരാ, അത് പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കണം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അയ്യാമുത്ത ശരീഅത്തിന്റെ ദിനങ്ങൾ അത് തീറ്റയുടെ, കുടിയുടെ, ഹലാലായ ഭക്ഷണ പാനീയങ്ങളുടെ, അതുപോലെ തന്നെ വിനോദങ്ങളുടെ, യാത്രകളുടെ, സഞ്ചാരങ്ങളുടെ എല്ലാം ദിനങ്ങളാണ്. ഒരു സംശയവുമില്ല. അനുവദനീയമായ എല്ലാ വിനോദങ്ങൾക്ക് വേണ്ടിയും ദീനിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഈ ദിനങ്ങളെ നമ്മളെ പ്രയോജനപ്പെടുത്തണം. അതോടൊപ്പം തന്നെ ആ സന്തോഷത്തോടൊപ്പം തന്നെ അള്ളാഹുവിനെ വാഴ്ത്താനുള്ള ദിക്റുള്ള, അത് മനസ്സിൽ കൊണ്ടു നടക്കാനും അത് നാവ് കൊണ്ട് പ്രഖ്യാപിക്കാനുമുള്ള വലിയ അവസരമാണ്. പ്രയോജനപ്പെടുത്തണം. എപ്പോഴും നമ്മുടെ ചുണ്ടുകളിൽ നിന്ന്, നമ്മുടെ നാവുകളിൽ നിന്ന് തക്ബീർ ധ്വനികൾ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരിക്കണം സഹോദരങ്ങളെ. അതോടൊപ്പം തന്നെ രക്തബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാക്കാനുള്ള സന്ദർഭം കൂടിയാണ് അയ്യാമത്തെ ശരീഅത്തിന്റെ ദിനങ്ങൾ. കുടുംബ ബന്ധങ്ങൾ, രക്തബന്ധങ്ങൾ ഊഷ്മളമാക്കാനുള്ള സന്ദർഭം. ശക്തമായ ബന്ധം പുക്കിൽ കുടി ബന്ധമാണ്. മാതാവിനോടുള്ള ബന്ധം, അതാണ് പുക്കിൽ കുടി ബന്ധം സഹോദരങ്ങളെ. ആ ബന്ധമാണ് ശക്തമായ ബന്ധം എന്ന് പറയുന്നത്. മാതാപിതാക്കളോടുള്ള ബന്ധം ഒരു ജയിലറകൾക്കും അതിനെ അറുത്തുമാറ്റാൻ സാധിക്കില്ലെന്നാണ് അബ്ദുറഹീമിന്റെ ജയിൽ മോചനത്തിന് ശേഷം നാം കണ്ട വൈകാരിക നിമിഷങ്ങൾ നമ്മോട് പറയുന്നത്, നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ആ മാതാവിനോടുള്ള ബന്ധം, മാതാപിതാക്കളോടുള്ള ബന്ധം ഒരു ജയിലറകൾക്കും അറുത്തുമാറ്റാൻ സാധിക്കാത്ത രീതിയിലുള്ള ഗാഢമായ ആഴത്തിലുള്ള ബന്ധമാണ്. മലയാളികൾ സ്വരൂപിച്ച വലിയ സംഖ്യയോടൊപ്പം ആ മാതാവിന്റെ ഉപ്പുരസമുള്ള കണ്ണീരിന്റെ പ്രാർത്ഥനകൾ കൂടി ചേർന്നപ്പോഴാണ് 20 കൊല്ലത്തെ ജയിൽവാസത്തിന് ശേഷം അബ്ദുറഹീമിന് മോചനമുണ്ടായത്. 20 കൊല്ലത്തെ ജയിൽവാസം എന്ന് പറഞ്ഞാൽ ചില്ലറയാണോ? നമ്മുടെ നാട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ ആ 20 കൊല്ലത്തിന് ഇടയിൽ ഉണ്ടായില്ലേ? ആ മാറ്റങ്ങളൊന്നും വേണ്ടത്ര അനുഭവിക്കാൻ സാധിക്കാതെ ജയിലറകളിൽ കഴിഞ്ഞുകൂടിയ ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ ജനങ്ങൾ സ്വരൂപിച്ച സംഖ്യയിലൂടെ വിമോചിതനായി. അത് മാത്രമാണോ? ആ മാതാവിന്റെ കണ്ണീരിന്റെ ഉപ്പുരസമുള്ള പ്രാർത്ഥന, ഉപ്പുരസമുള്ള കണ്ണീരിന്റെ പ്രാർത്ഥനയുടെ ഫലം കൂടിയായിരുന്നു യഥാർത്ഥത്തിൽ ആ മനുഷ്യന്റെ മോചനം എന്ന് പറയുന്നത്. ഉമ്മ ഞാൻ എത്തി എന്ന് സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞായിരുന്നു റഹീമിന്റെ വരവെന്ന് മാധ്യമങ്ങൾ എഴുതുകയാണ്. ഉമ്മയെ നെഞ്ചോട് ചേർത്ത് പൊട്ടിക്കരഞ്ഞ റഹീമിന് കവിളിൽ ഒരു ഉമ്മ നൽകിയാണത്രേ ഉമ്മ, മാതാവ് പാത്തുമ്മ റഹീമിനെ സ്വീകരിച്ചത്. സഹോദരങ്ങളെ, അതാണ് അല്ലാഹു പറയുന്നത്. ആ ബന്ധം വലിയ ബന്ധമാണ്. ആ ബന്ധത്തിന്റെ മഹത്വം നിങ്ങൾ ഒരു ഘട്ടത്തിലും മറന്നു പോവാൻ പാടില്ല. വഖദാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ വഖ്ഫിദ് ലഹുമാ ജനാഹ അദ്ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. അതുകൊണ്ടാണ് ആ ബന്ധം, ആ കടപ്പാട് പൂർത്തീകരിക്കുന്നതിന്റെ പ്രാധാന്യം. അല്ലാഹുവോടുള്ള കടപ്പാട് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഏറ്റവും വലുത് അതാണെന്ന് ഖുർആൻ പറഞ്ഞത്. വഖദാ റബ്ബുക, നിന്റെ രക്ഷിതാവ് വിധിച്ചിരിക്കുന്നു, അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാ, ആ രക്ഷിതാവിന് മാത്രം നിങ്ങൾ കീഴ്പ്പെടാൻ, വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാനും, ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ, അവരിൽ രണ്ടുപേരും അതല്ലെങ്കിൽ അവരിൽ ഒരാൾ നിങ്ങളുടെ അടുക്കൽ വെച്ച് വാർദ്ധക്യത്തിലെത്തിയാൽ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ, അവരോട് നിങ്ങൾ ഛേ എന്ന് പറയരുത്, അവരെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങൾ ആട്ടിയകറ്റുകയും ചെയ്യരുത്. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, എപ്പോഴും അവർക്ക് വേണ്ടി നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക, അവരോട് നിങ്ങൾ നല്ല വാക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ വഖ്ഫിദ് ലഹുമാ ജനാഹ അദ്ദുല്ലി മിനർ റഹ്മ, അവർ വാർദ്ധക്യത്തിലെത്തിയാൽ വിശേഷിച്ചും അവർക്ക് വേണ്ടി നിങ്ങൾ വിനയത്തിന്റെ ചിറകുകൾ താഴ്ത്തി കൊടുക്കണം, കാരുണ്യത്തിന്റെ ചിറകുകൾ താഴ്ത്തി കൊടുക്കണം. വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, പടച്ചവനെ, എന്റെ മാതാപിതാക്കൾ എന്നെ ചെറുപ്പത്തിൽ എന്നെ പോറ്റി വളർത്തിയ എന്റെ മാതാപിതാക്കളോട് നാഥാ നീ കരുണ കാണിക്കണേ എന്നുള്ള നിരന്തരമായ പ്രാർത്ഥന
കാരണം അവർ നമുക്ക് വേണ്ടി നടത്തിയ പ്രാർത്ഥനയാണ്. നമ്മുടെ ജീവിതത്തിൽ നാം നേടിയ എല്ലാം എന്നുള്ള തിരിച്ചറിവ് സഹോദരങ്ങളെ, അത് റഹീമിന്റെ ജയിൽ മോചനത്തിൽ മാത്രം ഒതുങ്ങേണ്ടതില്ല. നമ്മുടെ എല്ലാവരുടെയും ജീവിതം അത് തന്നെയാണ്. ഒരു സഹാബി വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ടല്ലോ, പ്രവാചകരെ പ്രവാചകരെ, ഞാൻ ഏറ്റവും നന്നായി സഹവസിക്കേണ്ടത് ആരോടാണ്? ഉമ്മുക്ക, നിന്റെ മാതാവിനോടാണ്. പിന്നെയും സഹാബി ചോദിക്കുകയാണ്, പിന്നെ ആരോടാണ്? ഉമ്മുക്ക, നിന്റെ മാതാവിനോടാണ്. പിന്നെ ആരോടാണ്? നിന്റെ മാതാവിനോടാണ്. പിന്നെ ആരോടാണ്? നിന്റെ പിതാവിനോടാണ്. മാതാവിനോടും പിതാവിനോടുമുള്ള ബന്ധം മാതാപിതാക്കളോടുള്ള ബന്ധമാണ് അള്ളാഹുവോടുള്ള ബന്ധം കഴിഞ്ഞാലുള്ള അടിസ്ഥാന ബന്ധം എന്ന് പറയുന്നത്. തുടർന്ന് കുടുംബങ്ങളോടുള്ള, കുടുംബത്തിലെ ഓരോരുത്തരോടുമുള്ള ബന്ധം, സഹോദരങ്ങളോടുള്ള ബന്ധം, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പരസ്പരമുള്ള ബന്ധങ്ങൾ, മക്കളോടുള്ള കടപ്പാടുകൾ, സഹോദരങ്ങളെ അയൽക്കാരോടും സൗഹൃദങ്ങളോടുമുള്ള ആ കടപ്പാടുകളെല്ലാം അതിനുശേഷം വരുന്നതാണ്. എന്നാൽ ഇതിനെയെല്ലാം ശാക്തീകരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ഈദ് ദിനം പോലെ തന്നെ അയ്യാമു തശ്രീഖിന്റെ ദിനങ്ങളും. നമ്മുടെ എല്ലാ ബന്ധങ്ങളെയും ഈ ദിനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശാക്തീകരിക്കണം. അതിനുവേണ്ടി അയ്യാമു തശ്രീഖിന്റെ ദിനങ്ങളെ പ്രയോജനപ്പെടുത്തണം. അള്ളാഹനെ സൂക്ഷിക്കണം, കുടുംബ ബന്ധങ്ങളെയും സൂക്ഷിക്കണം. അതാണ് അല്ലാഹു പറഞ്ഞത്. വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായത്തിന്റെ പ്രാരംഭ വചനം അതാണ്. നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണേ, രക്തബന്ധങ്ങളെയും സൂക്ഷിക്കണേ, രക്തബന്ധങ്ങളെയും സൂക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങോട്ട് വരുന്ന, ഇങ്ങോട്ട് സ്നേഹിക്കുന്ന, ഇങ്ങോട്ട് ബന്ധം പുലർത്തുന്ന ആളുകളോട് അങ്ങോട്ടും ബന്ധം പുലർത്തുക എന്നതാണോ രക്തബന്ധങ്ങളെ പാലിക്കുക എന്ന് പറഞ്ഞാൽ? അതല്ല. ഇങ്ങോട്ട് ബന്ധം വിച്ഛേദിക്കുന്നയാളോടും അങ്ങോട്ട് ബന്ധം ചേർക്കുക, അതാണ് രക്തബന്ധം പുലർത്തുക. അതാണ് ശരിയായ രക്തബന്ധം പുലർത്തുക എന്ന് പറയും. ഇങ്ങോട്ട് പിണങ്ങി നടക്കുകയാണ്, സലാം പറയാതെ, കണ്ടാൽ മിണ്ടാതെ നടക്കുകയാണ് ഒരു ബന്ധു. കണ്ടാൽ മിണ്ടാത്തവരോടും സലാം പറയാത്തവരോടും അങ്ങോട്ട് പോയി സലാം പറയുക, അങ്ങോട്ട് പോയി മിണ്ടുക എന്നതാണ് യഥാർത്ഥത്തിലുള്ള ബന്ധം ചേർക്കൽ എന്ന് പറയുന്നത്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലൈസൽ വാസിലു ബിൽ മുകാഫിഇ. ഇങ്ങോട്ട് ബന്ധം ചേർക്കുമ്പോൾ അയാളോട് അങ്ങോട്ടും ബന്ധം ചേർക്കുന്നത് മാത്രമല്ല യഥാർത്ഥത്തിൽ കുടുംബ ബന്ധം ചേർക്കൽ. അങ്ങനെ ചേർക്കുന്നവൻ മാത്രമല്ല കുടുംബ ബന്ധം ചേർക്കുന്നവൻ, മറിച്ച് വലാകിന്നൽ വാസിലല്ലദീ ദൻഖതഅത് റഹ്മുഹു വസലഹാ. ബന്ധം മുറിച്ചവനോടും അങ്ങോട്ട് ബന്ധം ചേർക്കുന്നവനാണ് യഥാർത്ഥ കുടുംബ ബന്ധം ചേർക്കുന്നവനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെയും രക്തബന്ധങ്ങളെയും സൂക്ഷിക്കുന്നവരിൽ അവൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. الحمد لله رب العالمين والصلاة والسلام على الرسول الأمين محمد وعلى آله وصحبه أجمعين. أيها الناس، أوصيكم وإياي ثانيا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. രണ്ടാമതായും എല്ലാവരോടും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
ചെയ്യുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഉണർത്തിയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഉളഹിയ നാളെ ആയിരിക്കും. നാളെ ശനിയാഴ്ച പ്രഭാതം മുതലായിരിക്കും നമ്മുടെ ഉളഹിയ കർമ്മം നിർവഹിക്കപ്പെടുക. അതുകൊണ്ട് ഉളഹിയത്തിന്റെ ദായകരായും അതുപോലെ ഉളഹിയത്തിന്റെ സ്വീകർത്താക്കളായും വരുന്ന സഹോദരന്മാരെല്ലാം നാളെയാണ് എത്തേണ്ടത്. നാളെ ആയിരിക്കും നമ്മുടെ ബലികർമ്മം നിർവഹിക്കപ്പെടുക എന്ന് പ്രത്യേകമായിട്ട് ഉണർത്തുകയാണ്. ജീവിതത്തിലുടനീളം അല്ലാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ഈമാനോടുകൂടി തഖ്വയോടുകൂടി മുന്നോട്ട് പോവാൻ എല്ലാവരെയും രണ്ടാമതായും വീണ്ടും വീണ്ടും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാർ, അതുപോലെ തന്നെ നമ്മുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് ആളുകൾ, രോഗികളായ ആളുകൾ, അതുപോലെ തന്നെ മരണപ്പെട്ടുപോയ ബന്ധുക്കൾ, മരണപ്പെട്ടുപോയ ആളുകൾ, അവരുടെ ബന്ധുക്കൾക്ക് വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല ആ മരണപ്പെട്ടുപോയ സഹോദരങ്ങൾക്കെല്ലാം തന്നെ അവരുടെ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് മാപ്പാക്കി കൊടുക്കുകയും അല്ലാഹു തആല അവർക്ക് ശാശ്വതമായ ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. അതുപോലെ രോഗികളായ ആളുകൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, അവരുടെ ബന്ധുക്കൾക്ക് വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരൊക്കെ ഉണ്ട്. അല്ലാഹു തആല അവരുടെ എല്ലാവരുടെയും രോഗം പൂർണ്ണമായും ശഫിയാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവന്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവന്റെ പ്രീതിയിലും അവന്റെ പൊരുത്തത്തിലുമാക്കി തീർക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയി നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും ബർസഖി ജീവിതം അല്ലാഹു വിശാലമാക്കി തരുമാറാവട്ടെ. ഖബർ കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ അർശിന്റെ രാജസിംഹാസനത്തിന്റെ നിഴൽ നേടിയെടുക്കുന്നവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്ന് ഹൗലുൽ കൗസറിന്റെ മഹത്തായ പാനീയം വാങ്ങിച്ചു കുടിക്കുന്നവരിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തുൽ ഉളുമായുടെ ഭാഗമാവുന്നവരിലും സിറാത്തിലൂടെ മിന്നൽ വേഗത്തിൽ പ്രയാണം ചെയ്യുന്നവരിലും വലത് കൈയിൽ ഗ്രന്ഥം നേടിയെടുക്കുന്നവരിലും ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം, സിദ്ദീഖുകളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സാലിഹീങ്ങളോടൊപ്പം, മാതാപിതാക്കളോടൊപ്പം, മക്കളോടൊപ്പം സംഗമിക്കുന്നവരിലും ശാശ്വതമായി സംഗമിക്കുന്നവരിൽ റബ്ബ് തആല നമ്മയും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഭാര്യ സന്താനങ്ങളിൽ അല്ലാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മക്കൾ അല്ലാഹു സ്വാലിഹീങ്ങളും മുത്തഖീങ്ങളുമാക്കി മാറ്റുമാറാവട്ടെ. എല്ലാത്തരം വഴികേടുകളിൽ നിന്നും അധാർമികതകളിൽ നിന്നും നമ്മുടെ യൗവനത്തെ അല്ലാഹു രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളേക്ക് പ്രതീക്ഷ നൽകുന്ന ചെറുപ്പമാക്കി അല്ലാഹു നമ്മുടെ ചെറുപ്പത്തെ പൂർണ്ണമായും പരിവർത്തിപ്പിക്കുമാറാവട്ടെ. നമ്മുടെ മക്കൾക്ക് തഖ്വയും ഈമാനും അതോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസവും അതുപോലെ ഉയർന്ന ജീവിത സാഹചര്യങ്ങളും നാഥൻ സമ്മാനിക്കുമാറാവട്ടെ. നമ്മുടെ സ്കൂളുകൾ, നമ്മുടെ വിദ്യാലയങ്ങൾ തുറക്കുകയാണ്. നല്ല വിദ്യാലയാന്തരീക്ഷം, നല്ല സ്കൂൾ അന്തരീക്ഷം, നല്ല കോളേജ് അന്തരീക്ഷം നമ്മുടെ സന്താനങ്ങൾക്ക് അല്ലാഹു തആല ധാർമ്മികമായ നിലവാരം കാത്തു സൂക്ഷിച്ചുകൊണ്ട് വിദ്യാലയങ്ങളിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം, ഒരു സാഹചര്യം പടച്ചതമ്പുരാൻ നമ്മുടെ എല്ലാ വിദ്യാലയങ്ങൾക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ കൃഷിയിൽ, നമ്മുടെ കച്ചവടത്തിൽ, നമ്മുടെ ഉദ്യോഗ വരുമാന മാർഗങ്ങളിൽ അല്ലാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. കടങ്ങളിൽ നിന്ന്, സാമ്പത്തിക ബാധ്യതകളിൽ നമ്മുടെ എല്ലാവരുടെയും പെരടികളെ അല്ലാഹു മോചിപ്പിക്കുമാറാവട്ടെ. അപകട മരണങ്ങളിൽ നിന്നും, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും, മാരകമായ രോഗങ്ങളിൽ നിന്നും, മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ എല്ലാവരെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇറാനിലെ, ഫലസ്തീനിലെ മാത്രമല്ല മർദ്ദിതരായി ലോകത്തെ കഴിഞ്ഞുകൂടുന്ന മുഴുവൻ പ്രദേശങ്ങളിലെയും ജനസമൂഹങ്ങൾക്ക് അല്ലാഹു തആല എല്ലാ അർത്ഥത്തിലുള്ള സഹായവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവർക്ക് നസ്റുല്ലാഹ്, അല്ലാഹുവിന്റെ പ്രത്യേകമായ സഹായവും പിന്തുണയും പടച്ചതമ്പുരാൻ പ്രദാനം ചെയ്യുമാറാവട്ടെ. മർദ്ദകരായ, അക്രമികളായ മുഴുവൻ ദുശക്തികളെയും അല്ലാഹു തആല പരാജയപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ നാടിന്റെ സൗഹൃദം, സമാധാനാന്തരീക്ഷം എന്നെന്നും അല്ലാഹു തആല നിലനിർത്തി തരുമാറാവട്ടെ. പടച്ചവനെ, അല്ലാഹ് ഞങ്ങൾ നിന്നെ വിളിക്കുകയാണ്. നിന്നെ അല്ലാഹ് എന്ന് വിളിക്കാൻ നിനക്ക് കോടാനക്കോടി ദാസന്മാരുണ്ട്. പടച്ചവനെ, ഞങ്ങൾക്ക് അല്ലാഹ് എന്ന് വിളിക്കാൻ ഉടമസ്ഥനായി, റബ്ബായി, നാഥനായി നീ മാത്രമേ ഉള്ളൂ. പടച്ചവനെ, ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുള്ള എല്ലാ സദുദ്ദേശങ്ങളെയും സഫലീകരിച്ച് തരണമേ റബ്ബേ. അല്ലാഹുവേ, പടച്ചവനെ, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാതെ, വൈവാഹിക സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സാധിക്കാതെ പ്രയാസപ്പെടുന്ന യുവതി യുവാക്കൾ, അവരുടെ മാതാപിതാക്കൾ, അവരുടെ സഹോദരി സഹോദരന്മാർ പടച്ചവനെ ഞങ്ങളുടെ മുമ്പിലുണ്ട്. അല്ലാഹുവേ, വൈവാഹിക ജീവിതത്തിന് പ്രയാസം അനുഭവിക്കുന്ന യുവതി യുവാക്കൾക്ക് താമസിയാതെ തന്നെ അനുയോജ്യമായ ഇണകളെ സമ്മാനിച്ചുകൊണ്ട് അവരെ നീ സഹായിക്കണമേ
കൊടുക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, കുഫുവത്തെ ഇണകളെ കൊണ്ട് അവരുടെ വിവാഹം സാധ്യമാക്കുന്ന ഒരു സാഹചര്യം പടച്ചവനെ നീ ഉണ്ടാക്കി കൊടുക്കണമേ റബ്ബേ. ഞങ്ങളെ നീ കേൾക്കണമേ പടച്ചതമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൈകളെ, ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ തിരസ്കരിക്കല്ല നാഥാ. അല്ലാഹുമ്മ റബ്ബൻ അബീ ബക്കർ വഉമർ വഉസ്മാൻ വഅലി വഅൻ ബഖിയത്തി സ്വഹാബത്തി വസ്വഹാബിയ്യത്തി കുല്ലിഹിം അജ്മഈൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ ലാ തുഅذിബ്നാ ബിന്നാർ വലാ തജ്അൽനാ മിൻ ഹത്ബിൻ നാർ ഇന്നഹാ ബിഅസദ് ദാർ വബിഅസൽ മത്വാ വബിഅസൽ ഖറാർ. അല്ലാഹുമ്മ ലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക അൻത റഊഫുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ